എന്നും ഓർത്തിരിക്കുന്ന, ഒരിക്കലും മറക്കാനാവാത്ത ഒരു ക്രിസ്തുമസ് അനുഭവമുണ്ട്. കുട്ടിക്കാലത്ത് ഞങ്ങൾ 7 മക്കളാണ് വീട്ടിൽ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഓരോരുത്തരും ഓരോ ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ നക്ഷത്രം തീർക്കും. വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു ഇല്ലിക്കൂട്ടിൽ പോയി മുള എടുത്ത് അതിൻ്റെ വാരി ചീകിയെടുത്ത് അതുകൊണ്ടാണ് നക്ഷത്രം തീർക്കുക. ഞങ്ങൾ 7 പേരും അങ്ങനെ ഒരുമിച്ച് സഹകരിച്ച് ഓരോരുത്തരുടെയും പേരിലുള്ള ഒരു നക്ഷത്രം തീർക്കും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചും സഹായിച്ചും, കാരണം എൻ്റെ ഏറ്റവും ഇളയ അനിയന് അത്രയും പേപ്പർ കട്ട് ചെയ്യാനും അത് ഒട്ടിക്കാനുമുള്ള വശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ മാളിലോ ഷോപ്പിലോ പോയി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ മടക്കിയെടുക്കുന്ന നക്ഷത്രവും ഇല്ല. എങ്കിലും ഈ വാരികൾ ഒരുമിച്ച് കെട്ടി നക്ഷത്രമുണ്ടാക്കി അതിൽ വർണ്ണക്കടലാസ് കെട്ടി ഈ വീടിൻ്റെ ഉമ്മറത്തും അതേപോലെ തന്നെ വീട്ടുമുറ്റത്തിന് ഉള്ള ഒരു വലിയ പ്ലാവിലുമൊക്കെ അതിൻ്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നതിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ 7 നക്ഷത്രം മിനിമം ഞങ്ങൾ വീടിൻ്റെ മുൻവശത്ത് തന്നെ തൂക്കുമായിരുന്നു. അന്ന് വിദ്യുച്ഛക്തിയില്ല, അതുകൊണ്ട് ഓരോ നക്ഷത്രത്തിലും വയ്ക്കുന്നത് ഇങ്ങനെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചാണ്. എല്ലാവരുടെയും നക്ഷത്രം അങ്ങനെ തൂക്കി. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ എൻ്റെ ആ നക്ഷത്രമാണ് ഇങ്ങനെ താഴെ ഇറക്കി മണ്ണെണ്ണ വിളക്ക് അതിൽ സൂക്ഷിച്ചു വച്ചു. സാവധാനം ഇങ്ങനെ വലിച്ച് കയറ്റി മുകളിൽ ഏകദേശം ആ പ്ലാവിൻ്റെ കൊമ്പിൻ്റെ അറ്റത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് ഈ വിളക്ക് ചരിഞ്ഞു വീണു. ആ നക്ഷത്രം ഇങ്ങനെ കത്തിക്കഴിഞ്ഞ് താഴേക്ക് വീണു. എല്ലാവർക്കും സങ്കടമായി, എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായി. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് ബാക്കിയുള്ള ആ വാരി എടുത്ത് വീണ്ടും ശരിയാക്കി. ഒരു വാരിക്കൊമ്പ് മാത്രം ഒടിഞ്ഞിരുന്നു, അത് റിപ്പയർ ചെയ്ത് വീണ്ടും എല്ലാവരും ഒരുമിച്ച് കൂടി കടലാസ് വീണ്ടും ഒട്ടിച്ച് വീണ്ടും ഈ വിളക്ക് തെളിച്ച് വളരെ സൂക്ഷിച്ച് സാവധാനം വീണ്ടും ഈ നക്ഷത്രം ഉയർത്തി പ്രകാശിച്ചു. ദുരന്തങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധികൾ നാം പ്രതീക്ഷിക്കാത്ത നേരത്ത്, നിലച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ കടന്നു വരാം. പക്ഷേ എവിടെ കൂട്ടായ്മയുണ്ടോ, എവിടെ പരസ്പര ധാരണയുണ്ടോ, പരസ്പരം സഹായിക്കാനുള്ള മനസ്സുണ്ടോ, അവിടെയെല്ലാം വീണ്ടും സന്തോഷത്തിൻ്റെ നക്ഷത്രവിളക്ക് തെളിഞ്ഞു നിൽക്കും. അവിടെ വീണ്ടും ക്രിസ്തുമസ് രാവ് പ്രകാശിക്കും. എല്ലാ പ്രതിസന്ധിയും നിരാശയും അകന്നുമാറി ഉണ്ണിയേശുവിൻ്റെ പകർന്നു തരുന്ന ആ പുതിയ സന്തോഷത്തിൻ്റെ ശോഭ ഇങ്ങനെ വിളങ്ങി നിൽക്കും. അതാണ് ഞാൻ എന്നും ഓർത്തിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ ആ കഥ, ഒരു ക്രിസ്മസ് രാവിൻ്റെ അനുഭവം. പരസ്പരം സ്നേഹവും കാരുണ്യവും കരുതലുമുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ നിരാശ കലർന്ന അനുഭവങ്ങളെയും തുടച്ചു മാറ്റി വീണ്ടും ക്രിസ്മസിൻ്റെ സന്തോഷം, ആനന്ദം അവിടെ തുടികൊട്ടും. അങ്ങനെയുള്ള ഒരു ക്രിസ്മസ് ആകട്ടെ നമുക്കെന്നും ഓർത്തിരിക്കാൻ. ഓർമ്മയിൽ ഈ സഹകരണം, സ്നേഹം, പരസ്പരമുള്ള കരുതൽ നമ്മുടെയും ഹൃദയത്തിലുണ്ടാകട്ടെ. പുതിയൊരു ക്രിസ്മസ് ഏതൊരു അവസരത്തിലും നമുക്കുണ്ടാകും, സ്നേഹമുണ്ടെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്കേവർക്കും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവ പൈതൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ജീവിതത്തിലും കടന്നു വന്ന് ആർക്കും എടുത്തു കളയാനാവാത്ത പ്രത്യാശ, സന്തോഷം, ശാന്തി പകർന്നു തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.